ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ കർത്താവ് അവസരം തരികയാണല്ലോ. ഈ നല്ല സമയത്ത് സർവശക്തനായ ദൈവത്തിൻ്റെ മനസ്സിനകത്ത് നമ്മെ ധൈര്യപ്പെടുത്താൻ, നമ്മെ ബലപ്പെടുത്താൻ, നമ്മെ ജീവിക്കാൻ അനുവദിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് ഹൃദയത്തിൽ കരുതിയിരിക്കുന്നത് നമുക്ക് പൊഴിച്ചു തരുന്ന നിമിഷങ്ങളാണ്. ദൈവവചന ശുശ്രൂഷ, പരിശുദ്ധാത്മ നിയോഗത്തോടുള്ള വചന ശുശ്രൂഷ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ വചനത്തിനായി ആകാംക്ഷഭരിതരായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് സർവശക്തൻ്റെ മനസ്സിനകത്ത് നിന്ന് നമ്മെ ബലപ്പെടുത്താൻ കരുതി വച്ചിരിക്കുന്നത് പലതും ഇന്ന് നമുക്ക് തുറന്നു തരട്ടെ, പൊഴിച്ചു തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ, നിങ്ങൾക്കത് ഗുണമാകട്ടെ എന്നുള്ള ആശംസയോടെ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ വിനീതമായ വന്ദനം അറിയിച്ചുകൊണ്ട് തിരുവചനത്തിലേക്ക് തിരിയുകയാണ്. അതിനേക്കാൾ മുമ്പ് എൻ്റെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിന് സകല നന്മയും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും എല്ലാം കരയറ്റിക്കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം ഞാൻ നിങ്ങളോട് വായിച്ചു കേൾപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം 36 വാക്യമാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം 36 വാക്യം. അവരുടെ അപ്പനായ യാക്കോബ് അവരോട്, നിങ്ങളെന്നെ മക്കളില്ലാത്തവനാക്കുന്നു. യോസേപ്പില്ല, ശിമയോനില്ല, ബെന്യാമീനെയും നിങ്ങൾ കൊണ്ടുപോകും. സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞു. ആ ലാസ്റ്റ് വാചകം, സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞു. യാക്കോബിൻ്റെ ജീവചരിത്രം പ്രഭാഷണത്തിന് ഏറ്റവും അനുഗ്രഹപ്രദമാണ്. സുഖദുഃഖ സമ്മിശ്രമായിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുടെ ഒരു സംഭരണിയാണ് യാക്കോബ് എന്ന മനുഷ്യൻ. അനേക വിഷയങ്ങൾ അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പോരായ്മകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാനും ശ്രദ്ധിക്കാനൊക്കെ പറ്റിയേക്കാം. പക്ഷേ ഒത്തിരി പ്രതിസന്ധികൾ, ഒത്തിരി കഷ്ടങ്ങൾ, ഒത്തിരി സങ്കടങ്ങൾ, ഒത്തിരി ശോധനകൾ, ഒരുപക്ഷെ വേദപുസ്തകത്തിലെ മറ്റ് പലരും കഷ്ടങ്ങളൊക്കെ ഒത്തിരി സഹിച്ച ഇയ്യോബടക്കമുള്ള പലരും വേദപുസ്തക കഥാപാത്രങ്ങളിലുണ്ട്. സിംഹക്കുഴിയിൽ വീണ ദാനിയേലും, തീച്ചൂളയിൽ വീണ എബ്രായ ബാലന്മാരും, കാരാഗ്രഹത്തിനകത്ത് അകപ്പെടപ്പെട്ട അപ്പോസ്തലന്മാരും, തല ഛേദിക്കപ്പെട്ട യാക്കോബും അടക്കം പലരുമുണ്ടെന്നറിയാം. പക്ഷെ വിപ്ലവാത്മകമായിരിക്കുന്ന നിലവാരത്തിൽ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കയറി വരുന്ന പ്രതികൂലങ്ങളെ ദൈവം കൂടെ നിന്ന് തട്ടിമാറ്റി നിരാശനാകാതെ, ഭാരപ്പെടാതെ, വലിയ ശോധനയുടെ നടുവിലും ജയത്തോടെ നടത്തി നഷ്ടപ്പെട്ടതിനെ മുഴുവൻ തിരിച്ചു പിടിച്ച് ഏറ്റവും സുന്ദരമായിരിക്കുന്നൊരു കാലം ജീവിതാന്ത്യത്തിൽ നേടിയെടുത്ത് അങ്ങകലെ മകൻ്റെ രാജകീയ പ്രതാപത്തിലുള്ള മിസ്രൈമിലെ കൊട്ടാരതുല്യമായ വസതിയിൽ ചെന്ന് ഫറവോൻ്റെ കൊട്ടാരത്തിൽ കയറി ആ വലിയ രാജാവിനെ അനുഗ്രഹിച്ചനന്തരം എല്ലാം കണ്ടും കേട്ടും തൃപ്തനായി അക്കരെ നാട്ടിൽ പോയൊരു ഭക്തനാണ് യാക്കോബ്. ഇതിനിടയിൽ നേരിട്ട ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ, അപമാനങ്ങൾ, ആക്ഷേപങ്ങൾ, പോരാട്ടങ്ങൾ, പോർവിളികൾ, മനോദുഃഖങ്ങൾ, ഭാരങ്ങൾ, ചതിക്കപ്പെടലുകൾ ഒക്കെ നേരിട്ടിട്ടുണ്ട്. എങ്കിലും യാക്കോബ് ഒരു ജയാളിയാണ്. എങ്കിലും യാക്കോബ് ഒരു വിജയിയാണ്. അതോർത്ത് പലപ്പോഴും യാക്കോബിൻ്റെ ജീവിതം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ടുണ്ട്. ഇന്ന് വായിച്ച വേദവാക്യത്തിൽ യാക്കോബ് തന്നെ ഒരു പ്രത്യേക ഘട്ടത്തിൽ പറയുന്ന വാക്കാണ്. അതിൻ്റെ പശ്ചാത്തലങ്ങളൊന്നും ആഴത്തിൽ പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. യോസേപ്പിനെ സ്വന്തം സഹോദരങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം അവർ ധാന്യം കൈക്കൊള്ളാൻ വേണ്ടി മിസ്രൈമിൽ ചെന്നത് യോസേപ്പിന് മുമ്പിലാണ് ചെന്ന് പെട്ടത്. ആ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. ഒറ്റുകാരാണെന്നുള്ള ഒരു ധാരണ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അവിടെ യാക്കോബ് ശിമയോനെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് ബെന്യാമീനെ കൂടെ മിസ്രൈമിലേക്ക് എത്തിക്കാനുള്ള വലിയൊരു നീക്കമായിരുന്നു. അങ്ങനെ യാക്കോബിൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ശിമയോനെ അവിടെ പിടിച്ചു നിർത്തിയേക്കുക, ബെന്യാമീനെ കൊണ്ട് ചെല്ലാതെ ശിമയോനെ വിട്ടു തരത്തില്ലെന്നാണ് പറഞ്ഞത്. എന്തോ ചെയ്യാൻ, ഇങ്ങനെ സ്ഥിതിയാണ് അപ്പനോട് മക്കൾ അറിയിക്കുമ്പോൾ ആ അപ്പൻ വാവിട്ട് നിലവിളിക്കുക, യോസേപ്പില്ല, ശിമയോനില്ല, ഇപ്പം നിങ്ങൾ ബെന്യാമീനെ കൂടി കൊണ്ടുപോവുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് വിലപിക്കുന്നൊരപ്പനെയാണ് ഈ വാക്യത്തിൽ കാണുന്നത്. എന്നിട്ട് അദ്ദേഹം ഗദ്ഗദത്തോടെ പറയുന്നൊരു വാക്കാണ്, എല്ലാം എനിക്ക് പ്രതികൂലം തന്നെ, എല്ലാം എനിക്ക് പ്രതികൂലം തന്നെ. പ്രിയപ്പെട്ടവരെ,
ആ പറഞ്ഞതൊരർത്ഥത്തിൽ സത്യമല്ലേ? സത്യമാണ്. എല്ലാം പ്രതികൂലം. മക്കൾ പോലും പ്രതികൂല. കാരണം മക്കൾ യോസേപ്പിനെ മറച്ചു വിറ്റിട്ട് അപ്പനോട് കാട്ടുമൃഗം തിന്നു കളഞ്ഞെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എല്ലാം പ്രതികൂലം. ജീവിതത്തിൽ ഇത്രയേറെ പ്രതികൂലങ്ങൾ കണ്ടൊരു മനുഷ്യൻ വേദപുസ്തകത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കനുസരിച്ച് ഒരുപാട് പ്രതികൂലങ്ങൾ സ്വന്തം വീട്ടിൽ നിന്നും സ്വന്തം കുടുംബത്തിൽ നിന്നും എല്ലാം നേരിട്ട് അനുഭവിക്കേണ്ടി വന്നൊരു മനുഷ്യനാണ്. പ്രതികൂല സാഹചര്യങ്ങൾ കൂടെ കടന്നുപോയ മനുഷ്യൻ. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിച്ചത് ജീവിതത്തിൽ പ്രതികൂലമുണ്ട്, നമ്മളെക്കാൾ പ്രതികൂലം അനുഭവിച്ച പലരും ഉണ്ടെന്ന് പറയാനല്ല. എന്നെ ഇന്ന് ഈ വാക്ക് വായിക്കുമ്പോൾ ചിന്തിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ പ്രതികൂലം ഉണ്ടായിട്ടും, അഥവാ അദ്ദേഹത്തിൻ്റെ വാക്കനുസരിച്ച് എല്ലാം പ്രതികൂലമായിട്ടും, കേൾക്കുന്നുണ്ടല്ലോ, എല്ലാം പ്രതികൂലമായിട്ടും ഇത്രയ്ക്ക് ജയിക്കാൻ ഈ മനുഷ്യന് പറ്റിയല്ലോ. ആരായിത്തീർന്നു അദ്ദേഹം? ഇസ്രായേൽ എന്ന രാഷ്ട്രം, ആ പേര് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തമല്ലേ? ഇന്ന് കാണുന്ന ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ തുടക്കം അതിനപ്പുറം അബ്രഹാമിനോട് വാക്ക് പറഞ്ഞതൊക്കെയാണെങ്കിലും ആ പേര് സമ്പാദിച്ചതും അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ചതൊക്കെ യാക്കോബിനെയല്ലേ? കരയാനൊരു കാലം ഉണ്ടായിരുന്നു. നീണ്ട കാലങ്ങൾ പുത്രദുഃഖത്തിൽ വിലപിച്ച കാലം ഉണ്ടായിരുന്നു. എല്ലാവരും എന്നെ വിട്ടുപോയി എന്നോർത്ത് നഷ്ടബോധത്തോടെ കരഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ യാക്കോബിൻ്റെ കഥ തീരുമ്പോൾ എല്ലാം തകർന്നടിഞ്ഞൊരു മനുഷ്യൻ്റെ നഷ്ടസ്വപ്നങ്ങൾ നമ്മളോട് വിവരിച്ചുകൊണ്ടല്ലല്ലോ തീരുന്നത്. യാക്കോബിൻ്റെ ജീവാവസാന വിവരങ്ങളൊക്കെ വല്ലപ്പോഴും ഒന്ന് വായിച്ചാൽ നമുക്ക് ശരീരം തന്നെ കോരിത്തരിക്കും. അത്രയ്ക്ക് ദൈവികമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി ഒരു മനുഷ്യൻ ദൈവിക പദ്ധതിയിൽ പങ്കാളിയായി തീർന്നാൽ അദ്ദേഹത്തെ ഭൂമിയിൽ വെച്ച് ദൈവം എത്രത്തോളം ആദരിച്ച് മാനിക്കുമെന്നതിൻ്റെ നേർക്കാഴ്ചയാണ് യാക്കോബ് എന്ന മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി ഊന്നിപ്പറയട്ടെ, എല്ലാം പ്രതികൂലമായവരും ഇവിടെ ജയിച്ചിട്ടുണ്ട്. അത്രയും പറയാനാണ് ഞാൻ ഈ വാക്കെടുത്തത്. ഒന്നോടെ പറയുന്നു, നിങ്ങളിൽ ആരോടോ, എല്ലാം പ്രതികൂലമായവരും ഇവിടെ ജീവിച്ചിട്ടുണ്ട്. വെറുതെ ജീവിച്ച് മരിച്ചെന്നല്ല, എല്ലാം പ്രതികൂലമായവരും ഇവിടെ ജയിച്ചിട്ടുണ്ട്. വാഗ്ദത്തങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. വിദേശത്ത് അന്യദേശത്ത് മാനിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാം പ്രതികൂലമായിട്ടും ദൈവം അവരെ സമ്പന്നരാക്കിയിട്ടുണ്ട്. എല്ലാം പ്രതികൂലമായിട്ടും നല്ല നല്ല നന്മകൾ കണ്ട് അവസാനിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട്. എല്ലാം പ്രതികൂലമായിട്ടും അവരെ എണ്ണം തിട്ടപ്പെടുത്താൻ പറ്റാതെ വണ്ണം പെരുക്കിയിട്ടുമുണ്ട്. എല്ലാം പ്രതികൂലമായിട്ടും മക്കളെ വിദേശത്ത് ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരുത്തിയിട്ടുണ്ട്. എല്ലാം പ്രതികൂലമായിട്ടും അവരുടെ ജീവിതത്തിനകത്ത് ധന്യതയും ശ്രേഷ്ഠതയും കൊടുത്തിട്ടുണ്ട്. എല്ലാം പ്രതികൂലമായിട്ടും അവരുടെ പേര് ദൈവമായ കർത്താവ് മറ്റുള്ളവരുടെ നടുവിൽ വലിയ പുകഴ്ചയ്ക്കും പ്രശംസയ്ക്കും കാരണഭൂതമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ചിലരോട് ചോദിക്കട്ടെ, എല്ലാം ഒന്നും പ്രതികൂലമല്ലല്ലോ. ചില പ്രതികൂലങ്ങളുണ്ട്, ചിലർ പ്രതികൂലമായി നിൽക്കുന്നുമുണ്ട്. പക്ഷെ ഞാനത് പറയുമ്പോൾ നിങ്ങളിലേക്കൊന്ന് നോക്കിയേ. യാക്കോബിന് ആരുമില്ലായിരുന്നെന്ന്, മക്കൾ പോലും പ്രതികൂലമായിരുന്നു. ഇന്ന് നിങ്ങളുടെ കൂടെ മക്കളില്ലേ? അപ്പനെന്ന് പറഞ്ഞാൽ, അമ്മയെന്ന് പറഞ്ഞാൽ ജീവന് തുല്യം ഓടി വരുന്ന മക്കളില്ലേ? ആരൊക്കെയോ പ്രതികൂലമുണ്ട്. പക്ഷേ നിങ്ങളെ മരിക്കേണ്ടി വന്നാലും നിന്നെ കൈവിടില്ലെന്നും പറഞ്ഞ് ചേർത്ത് നിർത്തുന്ന ചിലർ നിൻ്റെ കൂടെയില്ലേ? ഒറ്റയ്ക്കൊന്നുമല്ലല്ലോ. ഇനി ഒരുപക്ഷെ കയ്യിൽ നിന്ന് വിടാതെ ചേർത്ത് പിടിക്കേണ്ട ചിലർ പ്രതികൂലമായി ഒരു ക്രൂരനെ പോലെ, ഒരു ശത്രുവിനെ പോലെ പ്രവർത്തിക്കാനും നടപടികളെടുക്കാനും തുടങ്ങിക്കാണും. അപ്പോഴും നിന്നെ താഴെ വയ്ക്കാതെ പ്രാർത്ഥിക്കാൻ, നിന്നെ ഓർത്ത് കരയാൻ, ദൂരത്തിരുന്നു കൊണ്ട് ഉപവസിക്കാൻ ദൈവമായ കർത്താവ് രക്തബന്ധങ്ങളെയോ അല്ലാത്തയോ ചിലരെ എഴുന്നേൽപ്പിച്ചിട്ടില്ലേ? അപ്പം എല്ലാം പ്രതികൂലം അല്ലല്ലോ. ആരൊക്കെയോ അനുകൂലമില്ലേ? എന്തൊക്കെയോ അനുകൂലമില്ലേ? ഉണ്ട് സുഹൃത്തുക്കളെ. യാക്കോബിനെ പോലെ എല്ലാം ഒന്നും നമുക്ക് പ്രതികൂലമായിട്ടില്ല. എല്ലാം ഒന്നും പ്രതികൂലമായിട്ടില്ല. എല്ലാം പ്രതികൂലമായിട്ടും ഇവിടെ പിടിച്ചു കയറിയവർ സാക്ഷികളായി നിൽക്കുന്നു. അതുകൊണ്ട് ആരോ 1-2 പേരൊക്കെ പ്രതികൂലമായിട്ടുണ്ട്, ചില വിഷയങ്ങളൊക്കെ പ്രതികൂലമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ഇല്ലാതെയായി പോകും എന്നൊന്നും വിചാരിക്കരുത്. നിൻ്റെ കുഞ്ഞിന് എന്തൊക്കെയോ പ്രതികൂലങ്ങളുണ്ട്, ആരൊക്കെയോ പ്രതികൂലങ്ങളുണ്ട്. പക്ഷെ അതുകൊണ്ട് തീരത്തൊന്നുമില്ല കേട്ടോ. ആത്മഹത്യയെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട.
യാക്കോബിനോട് ചോദിക്കുക, ഇടയ്ക്കെപ്പോഴെങ്കിലും മരിക്കാൻ തോന്നിയൊന്ന്? അങ്ങനൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. എല്ലാം പ്രതികൂലമായെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് പിടിച്ചു നിന്നു. കുറേ കഴിഞ്ഞപ്പോൾ ദൈവം മാനിച്ചു, ദൈവം ആദരിച്ചു, ഉന്നത സ്ഥാനങ്ങൾ കണ്ടു, ഉന്നത സ്ഥാനീയരെ അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ പ്രഭുവായി ജീവിച്ച് ഈ മണ്ണിൽ അവസാനിച്ചു. എല്ലാം പ്രതികൂലമായവരും ജയിച്ച മാർഗമാണ് ആത്മീക മാർഗം. എല്ലാം അനുകൂലമായവരുടെ മാത്രം കൂട്ടമല്ല ദൈവത്തിൻ്റെ മക്കൾ. എല്ലാവരും പ്രതികൂലം, ലോകം അനുകൂലമല്ല, യോഗ്യമല്ല, അങ്ങനൊരു വിഭാഗമാണ്. എന്നിട്ടും അവർ ജയിച്ചു. നീ തളരരുത്. എല്ലാം പ്രതികൂലമായവരും ജയിച്ചെങ്കിൽ അത്രയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തളരാതെ നിൽക്ക്. നാം ജയിക്കും. നമ്മളെ ദൈവം കരുതും. ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം. ഈ വാക്കുകളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഇവിടെ എല്ലാം പ്രതികൂലമായാലും ദൈവം കൂടെയുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നാൽ, ദൈവത്തെ അനുസരിച്ചാൽ അവരെ ദൈവം അവസാനം മാനിക്കും, ഒരു വലിയ സാക്ഷ്യമാക്കുമെന്ന്. അത് കേട്ട് വിശ്വസിക്കാൻ ആരൊക്കെ തയ്യാറാകുന്നു അവരുടെ ജീവിതം മാനിക്കപ്പെടണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.